ദോശക്കല്ലൊന്നും ഇല്ലെങ്കിലും ഇതുപോലത്തെ ഒരു പാൻ ഉണ്ടായാലും നമുക്ക് നല്ല അടിപൊളി നീർദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് ഇതിലാണ് കേട്ടോ നീർദോശ ചുട്ടെടുക്കുന്നത്. അപ്പോൾ എൻ്റെ ബ്രഷ് ഒടിഞ്ഞു പോയതുകൊണ്ടാണ് ഈ വാഴത്തണ്ട് എടുത്തിരിക്കുന്നത്. ഇതും നല്ലൊരു ബ്രഷാണ്. അപ്പോൾ ഇനി അതിൻ്റെ മാവ് ഇതുപോലെ നന്നായിട്ടൊന്ന് കലക്കിയിട്ട് നല്ല ചൂടുള്ള നമ്മുടെ പാനിലേക്ക് എണ്ണയൊന്ന് തേച്ച് കൊടുക്കുക. അതിലേക്ക് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്കതിൻ്റെ സൗണ്ട് അങ്ങ് കേൾക്കാൻ പറ്റുക. ഇനി നമുക്കത് അടച്ച് വെച്ചാൽ ഒരു മിനിറ്റ് പോലും വേണ്ട വെന്ത് കിട്ടാനായിട്ട് കേട്ടോ. അപ്പം ഒരു മിനിറ്റിന് ശേഷം നമുക്ക് ചട്ടകമൊന്നും വേണ്ട, അതങ്ങ് തന്നെ ഇളകി പോരും. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് അപ്പോൾ അതുപോലെ അങ്ങ് സിമ്പിളാക്കി ചുട്ടെടുക്കാം. അപ്പോൾ ഇതിന് റെസിപ്പിയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സാധാരണ പച്ചരി വെള്ളത്തിലിടുക, അതൊന്ന് ലൂസാക്കിയിട്ട് അരച്ചെടുക്കുക കേട്ടോ. അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ടിട്ട് കലക്കിയെടുക്കുക. ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, പച്ചവെള്ളം മാത്രം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ നല്ല നീർദോശ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളേ. പിന്നെ ഏത് കറി ഇതിലേക്ക് യോജിക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.